ഹായ് മക്കളെ, നമ്മുടെ ഓൺ എക്സാം ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ 9th ക്ലാസ്സിലെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഞാൻ ഇന്നിവിടെ റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ടോപ്പിക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഓക്കെ, തുടങ്ങാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഡൈജഷൻ എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് ഇന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നു. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽ ഇൻ ടു സിമ്പിൾ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ, അതായത് കോംപ്ലക്സ് ആയിരിക്കുന്ന ഫുഡിനെ സിമ്പിളാക്കി, അതായത് സങ്കീർണ ഭക്ഷണത്തെ ലഘുഭക്ഷണമാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ദഹനം അഥവാ ഡൈജഷൻ എന്ന് പറയുന്നത്. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത്? ദഹനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് ആക്കുക, അതാണ് എന്ത്? ദഹനം അഥവാ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇതിന് 2 ടൈപ്പ് ഡൈജഷൻസ് ആണുള്ളത്. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷനും മറ്റൊന്ന് കെമിക്കൽ ഡൈജഷനും. യാന്ത്രിക ദഹനവും രാസിക ദഹനവും. ഓക്കെ, മെക്കാനിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ യാന്ത്രിക ദഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ചെറുകണികളാക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതെന്താണെങ്കിലും അതിനെ എന്താക്കുക? ചെറിയ ചെറിയ കുഞ്ഞു കണികകളാക്കി മാറ്റുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെക്കാനിക്കൽ ഡൈജഷനും അതുപോലെ തന്നെ യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ട് എന്താണ്, പല്ലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചവച്ചരയ്ക്കുന്നുണ്ട്. ഭക്ഷണത്തെ എന്താണ്? ചെറിയ പീസാക്കുന്നുണ്ട്. ഇനി അതും പോരാഞ്ഞിട്ട് നമ്മുടെ ആമാശയത്തിൽ സ്റ്റൊമക്കിൽ എത്തുമ്പോൾ അവിടെ പെരിസ്റ്റാളിസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല, നമ്മുടെ ചെറുകുടലിൽ, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലും എന്താണ് ഇതുപോലൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതുവഴിയും എന്താണ്? ഭക്ഷണം ചെറിയ ചെറിയ കണികകളായിട്ട് മാറുന്നുണ്ട്. അതാണ് എന്ത്? ഈ പറയുന്ന യാന്ത്രിക ദഹനവും അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡൈജഷൻ എന്നും പറയുന്നത്. ഓക്കെ, അതായത് ഭക്ഷണത്തെ ചെറിയ ചെറിയ പീസാക്കി മാറ്റുക. ഇനി കെമിക്കൽ ഡൈജഷൻ അഥവാ രാസിക ദഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിലെ, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ്, അവയെ എന്താക്കുക? കുഞ്ഞു പീസാക്കുക. മറ്റേതെന്താണ്? ഭക്ഷണത്തിനെ ലഘു ഘടനയാക്കി മാറ്റുക. ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ളിലെ എന്താണ് ന്യൂട്രിയൻസിന് എന്ത് ചെയ്യുക? ഒരു ചില എൻസൈംസിൻ്റെയും അതുപോലെ ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെയും സഹായത്താൽ കുഞ്ഞി കോംപ്ലക്സ് ആക്കി മാറ്റുക, കുഞ്ഞി സ്ട്രക്ചറിലേക്ക് മാറ്റുക, സ്മോൾ സ്ട്രക്ചറിലേക്ക് മാറ്റുക എന്നതാണ് എന്ത്? നമ്മുടെ ഈ രാസിക ദഹനം അഥവാ കെമിക്കൽ ഡൈജഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൈജഷൻ 2 തരത്തിലാണുള്ളത്. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷനും മറ്റൊന്ന് കെമിക്കൽ ഡൈജഷനും. അപ്പോൾ ഇതിനകത്ത് മെക്കാനിക്കൽ ഡൈജഷൻ എങ്ങനെയാണ് നോക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നു വായിൽ ചവച്ചരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ ഡൈജഷൻ ആദ്യം നടക്കുന്നത് എവിടെയാണ്? മൗത്തിലാണ്, വായിലാണ്. സാർ ഒന്ന് സ്ലൈഡ് ഒന്ന് മാറ്റിയേക്കാം കേട്ടോ. ഓക്കെ, അപ്പം മൗത്തിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടീത്ത് ഹെൽപ്പ് ടു ബൈറ്റ് ഇൻ ടു പീസസ്. അതായത് നമ്മുടെ പല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണത്തിനെ കടിച്ച് കുഞ്ഞി പീസുകളാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? മൗത്തിൽ നടക്കുന്ന കാര്യം. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ചവച്ചരയ്ക്കൽ പ്രക്രിയ നാക്ക്, ഉമിനീർ എന്നിവ സഹായിക്കുന്നുണ്ട്. അതായത് ചവച്ചരയ്ക്കാനായിട്ട് നമ്മുടെ ടങ്കും അതുപോലെ തന്നെ സലൈവ എന്ന് വെച്ചാൽ ഉമിനീരും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൗത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ മൗത്തിൽ എന്താ മെയിനായിട്ട് നടക്കുന്നത്? നമ്മുടെ പല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണത്തിനെ കടിച്ച് കുഞ്ഞി പീസായിട്ട് മാറ്റുന്നുണ്ട്. അതാണ് മൗത്തിൽ നടക്കുന്ന മെയിൻ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ഒപ്പം സലൈവയും അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ നാക്ക്, ടങ്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇവയെ ചവച്ചരയ്ക്കൽ പ്രക്രിയയെ സഹായിക്കുന്നുണ്ട്, ആ ഒരു പ്രോസസ്സിന് സഹായിക്കുന്നുണ്ട്. അതിനകത്ത് അപ്പോൾ ടീത്ത് അല്ലേ മെയിൻ നായകൻ? മൗത്തിൽ എന്താണ്? ടീത്താണ്. അപ്പോൾ ആ ടീത്തിൻ്റെ സ്ട്രക്ചറാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നോക്കാം. ഇതാണ് ടീത്തിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. കണ്ടോ? ഈ ടീത്തിന് 4 ഭാഗങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഇനാമൽ, രണ്ടാമത് ഡെൻഡൈൻ, മൂന്നാമത് പൾപ്പ് ക്യാവിറ്റി, നാലാമത് സിമൻറ്റം. ഇത് മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും സെയിം പേര് തന്നെയാണ് കേട്ടോ പറയുന്നത്. അതിനകത്ത് ഇനാമൽ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് എന്ത്? ഇനാമൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ ചിരിച്ച് കാണുന്ന വൈറ്റ് ഭാഗമില്ലേ, ആ ഭാഗമാണ് എന്ത്? ഇനാമൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഔട്ടർ കവറിങ് ഓഫ് ദ ടീത്ത് ആണ്. ടീത്തിൻ്റെ ഏറ്റവും പുറം കവചം എന്നാണ് ഈ ഇനാമലിനെ പറയുന്നത്. ഇവിടെ നോൺ ലിവിങ് ആണ്, നിർജീവമായിരിക്കുന്ന ടിഷ്യൂ ആണുള്ളത്. ജീവനില്ല. നമുക്കിവിടെ പിടിച്ച വേദന എടുക്കുന്നുണ്ടോ? ഇല്ല.
അതായത് ജീവനില്ലാത്ത ടിഷ്യൂസ് ആണ് ഈ വൈറ്റ് ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനാമൽ എന്ന് പറയുന്നത് എന്താണ്? ഹാർഡസ്റ്റ് ആയിരിക്കുന്ന ഭാഗമാണ്, നോൺ ലിവിങ് ആണ്, ജീവനില്ലാത്ത നിർജീവമായിരിക്കുന്ന സെൽസ് ആണ്. അതുപോലെ തന്നെ ഔട്ടർ കവറിംഗ് ആണ്, നമ്മുടെ ടീത്തിന്റെ തന്നെ ഏറ്റവും പുറം കവചമാണ് എന്ത്? ഇനാമൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡെൻഡെയിൻ ആണ്, ലിവിങ് ടിഷ്യൂ വിത്ത് വിച്ച് ടൂത്ത് ഈസ് ഫോംഡ്, നമ്മുടെ പല്ല് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ടീത്ത് ഫോം ചെയ്യുന്ന ജീവനുള്ള ടിഷ്യൂ ആണ് എന്ത്? ഡെൻഡെയിൻ എന്ന് പറയുന്നത്. അടുത്തത് പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, അതായത് ഉള്ളിലത്തെ ഭാഗമാണ്, അതായത് ഉള്ളിലുള്ള ഭാഗമാണ് എന്ത്? ഈ പറയുന്ന പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അവിടെ സോഫ്റ്റ് ആയിരിക്കുന്ന എന്തുണ്ട്? കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പൾപ്പ് എന്നാണ്. മലയാളം മീഡിയം അത് തന്നെയാണ്. പിന്നെ അവിടെ വേറെ കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റും. എന്തൊക്കെയാണ്? ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും, നെർവ്സ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ അല്ലെങ്കിൽ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസും എവിടെ? ഈ പറയുന്ന പൾപ്പ് ക്യാവിറ്റിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പല്ലിൻ്റെ ഉള്ളിലത്തെ ഭാഗമാണ്. അവിടെ എന്താണ്? സോഫ്റ്റ് ആയിരിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, അതിനെ നമ്മൾ പൾപ്പ് എന്ന് പറയുന്നു. പിന്നെ അവിടെ എന്തൊക്കെ കാണാൻ പറ്റും? ബ്ലഡ് വെസൽ കാണാൻ പറ്റും, നെർവ്സ് കാണാൻ പറ്റും, അതുപോലെ ഒഡൻഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസും അല്ലെങ്കിൽ ആ കോശങ്ങളും അവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റ് വരുന്നത് എന്താണ്? സിമന്റം ആണ്. സിമന്റം എന്താണ്? നമ്മുടെ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് എന്ത്? സിമന്റം എന്ന് പറയുന്നത്. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം, അതായത് നമ്മുടെ ആ ഒരു സോക്കറ്റിൽ പല്ലിനെ, ടീത്തിനെ ഉറച്ചു നിർത്താൻ സഹായിക്കുന്ന കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്താ? സിമന്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങളിത് കുഞ്ഞിതാണെന്ന് വെച്ച് പഠിക്കാതിരിക്കരുത്. ചിലപ്പോൾ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ പല്ലിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പല്ലിൻ്റെ ഫംഗ്ഷൻസ് ആ ഭാഗത്തിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന മെക്കാനിക്കൽ ഡൈജഷൻ ആദ്യം മൗത്തിലാണ് നടക്കുന്നത്. രണ്ടാമത് എന്താണ്? സ്റ്റൊമക്കിൽ പെരിസ്റ്റാലിക് മൂവ്മെന്റ് കൊണ്ട് ഈ പറയുന്ന ഭക്ഷണം, നമ്മൾ കഴിച്ച ഭക്ഷണം ചെറിയ ചെറിയ കണികകളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമാശയ പേശികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റൊമക്കിൻ്റെ ഉള്ളിലത്തെ പേശികൾ അല്ലെങ്കിൽ അവിടുത്തെ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സ്ട്രോങ് ആയിട്ട് പെരിസ്റ്റാലിസിസ് മീൻസ് എന്താണെന്ന് വെച്ചാൽ വേവ് ലൈക്ക് മൂവ്മെൻറ്റ്, അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കോചിച്ചുകൊണ്ടിരിക്കും, സങ്കോചിക്കുന്നത് ഇങ്ങനെ കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ കൺട്രാക്ട് ചെയ്യുന്നത് വഴി എന്താണ്? അതിനുള്ളിലെ ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അതായത് ആ സ്റ്റൊമക്കിലുള്ള ഒരു മൂവ്മെന്റ് ഇല്ലേ, ആ മൂവ്മെന്റാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണത്തിനെ പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റൊമക്കിൽ ആദ്യം നടക്കുന്ന മെക്കാനിക്കൽ ഡൈജഷൻ്റെ കാര്യം. രണ്ടാമത് പറയുന്നത് ഈ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഈ ആമാശയത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു പ്രത്യേക തരം സർക്കുലർ മസിൽസ് അഥവാ വലയപേശികളുണ്ട്. അതെന്ത് ചെയ്യുന്നു? ഈ ഭക്ഷണം ഈ പേസ്റ്റിൻ്റെ രൂപത്തിലാകുന്ന വരെ സ്റ്റൊമക്കിൽ താങ്ങി നിർത്താൻ, ആ ഒരു ടൈം വരെ അവിടെ നിർത്താനായിട്ട് ഈ വലയപേശികൾ സഹായിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. അത് കുറച്ചും കൂടി ഞാനൊരു ഇമേജ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. നെക്സ്റ്റ് ഒരു ഇമേജ് നോക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ കാര്യമാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റൊമക്കിൽ അറ്റത്ത് കണ്ടിട്ട് എന്തുണ്ട്? ഒരു വലയ പേശിയുണ്ട്. ഈ വലയ പേശി അത് ഈ പേസ്റ്റിൻ്റെ രൂപത്തിലേക്ക് ഭക്ഷണം മാറുന്നത് വരെ എന്താണ്? ഈ ഭക്ഷണത്തെ താങ്ങി നിർത്തുന്നതിന് വലയ പേശി അഥവാ സർക്കുലർ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ പിക്ചറിൽ എന്ന് വെച്ചാൽ ഫുഡ് വന്ന് വീണിട്ട് അവിടെ പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ്, പെരിസ്റ്റാൾസിസ് നടക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ അവസാനമാണ് ഈ ഫുഡ് എന്ത് ചെയ്യുന്നത്? പേസ്റ്റ് രൂപത്തിലേക്ക് ആകുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? മെക്കാനിക്കൽ ഡൈജഷന് വേറൊരു സംഭവം കൂടി ഉണ്ടല്ലോ. യെസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടൽ സഹായിക്കുന്നുണ്ട്. അതായത് മൗത്ത്, വായ മാത്രമല്ല, അതുപോലെ തന്നെ സ്റ്റൊമക്ക്, ആമാശയം മാത്രമല്ല, എന്ത്? സ്മോൾ ഇൻറ്റസ്റ്റൈനും ചെറുകുടൽ അല്ലെങ്കിൽ ചെറുകുടൽ എന്ന് പറയുന്ന ഭാഗം കൂടി നമ്മുടെ മെക്കാനിക്കൽ ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് എന്താ സഹായിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനും ഇതുപോലെ പെരിസ്റ്റാലിക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതുപോലെ സെഗ്മെൻറ്റേഷനും നടക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇതിനകത്തുള്ള ഭക്ഷണത്തിൻ്റെ സഞ്ചാരപാത സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ദഹനരസങ്ങൾ, ഡൈജസ്റ്റീവ് ജ്യൂസ് ആയിട്ട് ഭക്ഷണത്തെ മിക്സ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ വരുന്ന പാർട്ടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുത്ത ഡൈജഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതെന്തായാലും ക്വസ്റ്റ്യൻ എക്സാമിന് കാണാറുണ്ട്. നിങ്ങൾ നന്നായി പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.